സ്റ്റാർ ഷേപ്ഡ് ഫോർട്ടിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫോർട്ട്. ഇതൊരു എൻട്രൻസ് ആണ്. ബാക്കിലാണ് ഈ സ്റ്റാർ ഷേപ്പ് വരുന്നത്. ഇവിടെ ഡ്രോൺ ഷോട്ട് അലൗഡ് അല്ല, അതുകൊണ്ട് ശരിക്കും നമുക്ക് കാണാൻ പറ്റില്ല. എങ്കിലും 1 2 3 4 5 6 6 എഡ്ജുള്ളൊരു സ്റ്റാർ ഷേപ്പിലാണിത് പണിതിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല മനോഹരമാണ്. ദൂരെ നോക്കി കഴിഞ്ഞാൽ കുറേ ദൂരെ നിന്നുള്ള സാധനങ്ങളൊക്കെ കാണാം. നല്ലൊരു ലൊക്കേഷനാണ്. സ്റ്റാർ ഷേപ്പ് ഫോർട്ടിൻ്റെ വേറൊരു കോർണറിലാണുള്ളത്. ഇവിടെ നല്ല വ്യൂ ആണ്. പുറകിലേക്ക് നോക്കിയാൽ നല്ല മലനാട് കാണാം നമുക്ക്. കൂർഗ് ചിക്കമംഗ്ലൂർ ഏരിയ ആണെന്ന് തോന്നുന്നു. കുറേ ആ ഭാഗത്തേക്കൊക്കെ നല്ല മനോഹരമായൊരു വൈബാണ്. അതുപോലെ ഈ ഫോർട്ട് 3 ലെയറായിട്ടാണ്. പുറത്തൊരു 6 എഡ്ജുള്ള സ്റ്റാർ നിങ്ങൾക്ക് കാണാമെന്നറിയില്ല. അതിനകത്ത് വേറൊരു സ്റ്റാർ കൂടി ഉണ്ട്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. അകത്ത് വേറൊരു സ്റ്റാർ, അതിനകത്ത് 4 എഡ്ജുള്ളൊരു കുഴി പോലുള്ള സ്റ്റാർ. അങ്ങനെ 3ആയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സൈഡിൽ നല്ല കുഴിയാണ്, നല്ല കൊക്കയാണ്. ഈ കാണുന്ന ഡോം പോലെ ഉണ്ടല്ലേ, എല്ലാ എഡ്ജിലും ഓരോ സ്റ്റാറിൻ്റെ എഡ്ജിലും ഓരോ ഡോം ഉണ്ട്. അവിടെ നോക്കി കാണാം. ആ ഡോം ശരിക്കും ഭടന്മാർക്ക് ഇരിക്കാൻ ഒരു സ്ഥലമാണ്. അതിനുള്ളിൽ റൂം പോലെയാണ്. അവിടെ ഇരുന്നിട്ടായിരിക്കും വാച്ച് ടവർ പോലെയാണെന്ന് തോന്നുന്നു. എന്തായാലും ടിപ്പു സുൽത്താൻ്റെ സെറ്റപ്പ് കൊള്ളാം. നമുക്കൊരു വാച്ച് ടവറിനുള്ളൊന്ന് കയറി നോക്കാം. ഇതുപോലെയാണ്. ഇതിനുള്ളിൽ കയറി ഫുൾ ഇരുട്ടാണ്, കുനിഞ്ഞ് കയറണം. സൈഡിലും പാമ്പില്ലാന്ന് വിചാരിക്കാം. എന്തായാലും ഇങ്ങനെ പോയൊരു റൂമാണ് ഇവിടെ. ഈ റൂമിൽ നിന്നിട്ട് പുറത്തേക്ക് നോക്കാം. പ്ലാസ്റ്റിക് ബോട്ടിൽ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കുറേ ജാലകങ്ങളാണ്. ഒരാൾക്ക് എണീറ്റ് നിൽക്കാൻ ഒരു 6 അടി ഉയരമുള്ളൊരു ഡോമാണ്. കൊള്ളാല്ലേ. വീണ്ടും പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഒരു പട്ടിയാണ് ഇപ്പോൾ കാവൽ. പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളിലെ സ്റ്റാർ, ആ ഉള്ളിലെ സ്റ്റാറിൻ്റെ എഡ്ജിലോട്ടാണ് നമ്മൾ പോകുന്നത്. പുല്ല് വളർന്ന പറഞ്ഞാൽ ക്ലിയർ അല്ല. ഒരു വലിയ കുഴിയാണ്, നടുക്കത്തെ കുഴി. അവിടെ പ്ലസ് പോലെ കാണുന്നില്ല, അതാണ് ഏറ്റവും ഉള്ളിലെ സ്റ്റാർ. സ്റ്റാർ എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്ലസ്. അതിൻ്റെ അടുത്ത് തന്നെ വീണ്ടും ഒരു റൂമൊക്കെ ഉണ്ട്. നമുക്ക് അവിടേക്ക് പോയി നോക്കാം. ഇവിടെ ചെറിയൊരു കാട് പകഞ്ഞ് മാറ്റി അതിനുള്ളിലേക്ക് വേണം പോകാൻ. നടക്കുമ്പോൾ നോക്കി റൂം പോലെയുള്ളതാണ്. പ്രത്യേക ഷേപ്പാണല്ലേ, ഒരു ട്രയാങ്കിളും പിന്നെ ഒരു സ്ക്വയറോടെ ചേർന്ന ഷേപ്പ്. അതിനുള്ളിലേക്ക് അടിയിലേക്ക് ഒരു അറയാണെന്ന് തോന്നുന്നു. അടിയിലേക്കുള്ള റൂമാണ്. നമ്മൾ ഇന്ത്യക്കാരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. മൂത്രത്തിൻ്റെ മണമാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനുള്ളിൽ ഒന്നും കാണുന്നില്ല, ഇരുട്ടുമുറിയാണ്. ഞാൻ ലൈറ്റ് ഇട്ട് നോക്കാം. അടുക്കുള്ള പ്ലസ് സിമ്പലിൻ്റെ അടുത്തെത്തി. കണ്ടില്ല, ഇവിടെ ഒരു എന്താണ് ഇതിന് പണിഞ്ഞതെന്ന് അറിയില്ല, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നറിയില്ല. നോക്കിയാലൊരു പടവുകളും നടുക്ക് നല്ല ആഴത്തിൽ 4 സൈഡിൽ നിന്നുള്ള പടവുകളായിട്ട് വന്നിരിക്കും. അപ്പോൾ ഇതാണ് സ്റ്റാറിൻ്റെ സെൻറ്റർ. കൊള്ളാമല്ലേ, നല്ലൊരു ആർക്കിടെക്ചറാണ്. ഡ്രോൺ വ്യൂ അതിൻ്റെ കിടുവായിരിക്കും, പക്ഷേ ഇവിടെ ഡ്രോൺ വ്യൂ അലൗഡ് അല്ല. ഇവിടെ പിന്നെ ഈ കോട്ടയുടെ 4 സൈഡിൽ ഇങ്ങനെ കുറേ റൂമുകൾ പോലെയാണ് ചുറ്റിനും. ഈ കോട്ടമതിലിനുള്ളിലെല്ലാം ഇങ്ങനെയാണൊരു റൂമായിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നിർമ്മിതിയാണ്. ചുറ്റിനുമുണ്ട്, കോട്ടയുടെ ചുറ്റിനും ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ എല്ലാം ഉണ്ട് പ്രത്യേക തരത്തിലുള്ള. ഇതിനുള്ളിൽ സ്പെഷ്യൽ റൂമൊക്കെ ഉണ്ട്. രാജാവിൻ്റെ എല്ലാമാണ്. അത് ഇനി ബാത്റൂം ആണെന്നും അറിയില്ല. എന്താ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. എങ്കിലും ഇവിടെ വരുന്നവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല ഹൈറ്റുള്ള പടികളാണ്. മുകളിലെത്തുമ്പോഴത്തേക്ക് കിതയ്ക്കും. അത് 1-2 ബ്രേക്ക് എടുത്താലും 10-20 പടി ഉണ്ടാവും. എന്നാലും നല്ല കുറച്ച് സ്റ്റീപ്പാണ്, കണ്ടില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫോർട്ടിനകത്തുള്ള കുറച്ച് വിഷ്വൽസ് കൂടി കണ്ടിട്ട് നിർത്താം. അപ്പം വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വിസിറ്റിംഗ്.